മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഈ ഇറാന് മനസ്സിലാകാത്ത പലതുമുണ്ട് ഇതിനകത്ത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. കാരണം ഈ വാറിനകത്ത് കാരണം അവർ ശത്രുക്കളായിട്ട് അവരുടെ നാട്ടിലുണ്ടായിരുന്ന ഡൊമസ്റ്റിക് എനിമീസ് മുഴുവനും ഇസ്രായേലി സ്പൈ ആയി. അതെ അതെ. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ അഫ്ഗാൻകാരുണ്ട്. അതേപോലെ ഈ തലയിലുള്ള സ്കാഫ് ഉണ്ടല്ലോ, ഹിജാബ്, അതിനുള്ള പ്രൊട്ടസ്റ്റ്, ഇവർ മുഴുവൻ ഇവരുടെ ചാരന്മാരായി. ഇതിനകത്ത് നേട്ടം കൊയ്തത്, അതായത് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ, വെസ്റ്റ് ഏഷ്യയിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഒരു സൂപ്പർ ഡൂപ്പർ പവറായി മാറി. ഇനി ഇസ്രായേലിനെ മിഡിൽ ഈസ്റ്റിൽ ചോദ്യം ചെയ്യാൻ ഇനി ആരുമില്ല. കാരണം അത് അവന് 2 വർഷം വാർ ചെയ്ത് ഇതിനെല്ലാം തീർത്ത് തരിപ്പമാക്കി. ഈ പ്രത്യേകിച്ച് സുന്നി രാജ്യങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഇറാൻ. കാരണം അവിടുത്തെ ഡൊമസ്റ്റിക് ഇഷ്യൂസ് എല്ലാം ഉണ്ട്. ഏതായാലും ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം. ഇതിനകത്ത് ഈ പറയുന്ന ഹമാസും പെട്ടു, ഈജിപ്തും പെട്ടു, ഖത്തറും പെട്ടു, ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ ആരൊക്കെയാണ് ഹമാസിനെ, ഈ പറയുന്ന പലസ്തീനെ സപ്പോർട്ട് ചെയ്ത് അവരും പെട്ടു. അൾട്ടിമേറ്റ്ലി ഹമാസ് എന്ന് പറയുന്ന വലിയ പൂജ്യമായിട്ട് മാറി, വലിയ വട്ടപൂജ്യമായിട്ട്. ഹമാസിന്റെ കോൺട്രിബ്യൂഷൻ എന്താ? കുറെ ജനങ്ങളെ കൊന്നു അവരും തീർന്നു.